ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഞ്ചൽ വൺ ആപ്പിൽ എങ്ങനെ മ്യൂച്വൽ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ട് ഏഞ്ചൽ വൺ ആപ്പിൽ തുടങ്ങാവുന്നതിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് ഈ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണുക. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ. ഇതിനു മുമ്പ് ഏഞ്ചൽ വണ്ണിൻ്റെ ഡിമാൻഡ് അക്കൗണ്ട് എങ്ങനെ തുടങ്ങാമെന്നും അതുപോലെ തന്നെ സ്റ്റോക്ക് ബൈ ചെയ്യുന്നതും സെല് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകും. വളരെ സിമ്പിളായിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള അതും കയറി ഒന്ന് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾക്ക് എന്തായാലും മ്യൂച്വൽ ഫണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഏഞ്ചൽ വൺ ആപ്പിൽ നിങ്ങൾ കയറുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഫസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ മുകളിലായിട്ട് ഇവിടെ കാണാൻ പറ്റും സ്റ്റോക്ക്, F&O എന്ന് കാണാൻ പറ്റും, മ്യൂച്വൽ ഫണ്ട് കാണാൻ പറ്റും, ഓപ്ഷണൽ ട്രേഡിംഗ് കാണാൻ പറ്റും, മ്യൂച്വൽ ഫണ്ട് ലാസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് മ്യൂച്വൽ ഫണ്ടിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് ഇങ്ങനെ വരുന്നതായിരിക്കും. ഇവിടെ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് ഇവിടെ കാണാൻ പറ്റും. ഇൻവെസ്റ്റ് ഇൻ മോസ്റ്റ് ബോട്ട് SIP എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോന്നും സെപ്പറേറ്റ് കാറ്റഗറി ബേസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഞാനൊന്ന് കാണിച്ചു തരാം. HDFC സ്മോൾ ക്യാപ്പ് ഫണ്ട് എന്നൊരു മ്യൂച്വൽ ഫണ്ട് കാണാൻ പറ്റും. അപ്പോൾ മിനിമം SIP വരുന്നത് 100 രൂപ മാത്രമാണ്. അപ്പോൾ 100 രൂപക്ക് നമുക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇതൊരാൾക്കും. ഇവിടെ കാണാൻ പറ്റും 3 ഇയർ റിട്ടേൺസ് കാണാൻ പറ്റും. 68% റിട്ടേൺസ് ആണ് ഈ ഒരു HDFC സ്മോൾ ക്യാപ്പ് ഫണ്ട് കിട്ടുന്നത്. അടുത്ത് കാണാൻ പറ്റും SBI കോൺട്രാ ഫണ്ട് എന്ന് കാണാൻ പറ്റും. അത് 80% ആണ് റിട്ടേൺസ് വരുന്നത്. പക്ഷേ മിനിമം SIP വരുന്നത് 500 രൂപയാണ് മിനിമം SIP വരുന്നത്. അതിനുശേഷം കാണാൻ പറ്റും 111% റിട്ടേൺ ആണ് 3 ഇയേഴ്സിൽ. ഇത് വരുന്നത് 500 രൂപ തന്നെയാണ്. അപ്പോൾ താഴോട്ട് ജസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ കാണാൻ പറ്റും ഇൻവെസ്റ്റ് ഇൻ ഹൈ റിട്ടേൺ ഫണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഹൈ റിട്ടേൺ ഫണ്ടൊക്കെ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും 41% റിട്ടേൺ, 32% റിട്ടേൺ, വെറും 100 രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് വ്യൂ ഓൾ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഹൈ റിട്ടേൺസ് ഫണ്ട് നമുക്ക് നോക്കാവുന്നതാണ്. എന്നിട്ട് താഴോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വരുമ്പോൾ കാണാൻ പറ്റും SIP വിത്ത് 100 എന്ന് കാണാൻ പറ്റും, SIP വിത്ത് 500 കാണാൻ പറ്റും, ഹൈ റിട്ടേൺസ് കാണാൻ പറ്റും, ഇൻഡെക്സ് ഫണ്ട് കാണാൻ പറ്റും. അതായത് 100 രൂപക്കുള്ള SIP നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ 100 രൂപക്കുള്ള മ്യൂച്വൽ ഫണ്ടിനെ സെപ്പറേറ്റ് കാറ്റഗറി ബേസിൽ കാണാൻ പറ്റും. 500 രൂപ വേണമെന്നുണ്ടെങ്കിൽ 500 രൂപയ്ക്ക് നമുക്ക് ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാൻ പറ്റും. എന്നിട്ട് താഴോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും എക്സ്പ്ലോർ മ്യൂച്വൽ ഫണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 3 ഇയേഴ്സ് റിട്ടേൺസ് ഇവിടെ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് 5 ഇയേഴ്സ് റിട്ടേൺ വയ്ക്കാം, 1 ഇയർ റിട്ടേൺസ് വയ്ക്കാം. അപ്പോൾ ഏതൊരു മ്യൂച്വൽ ഫണ്ടിലോട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോങ് ടൈമിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഷോർട്ട് പീരീഡിൽ നമുക്കൊരു ബെനിഫിറ്റ്സും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ലോങ് ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫ്യൂച്ചറിൽ നല്ലൊരു ഏർണിങ്സ് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ താഴോട്ട് പോകുമ്പോൾ കാണാൻ ട്രെൻഡിങ് ഇൻ ഓൺ ടൈം ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴോട്ട് നമ്മൾ ജസ്റ്റ് സ്ക്രോൾ പോകുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ കാണാൻ പറ്റും SIP കാൽക്കുലേറ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ SIP കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും, എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നോക്കാം ഇത് എങ്ങനെയാണെന്ന്. ഇവിടെ ഒരു SIP കാൽക്കുലേറ്റർ ഇവിടെ ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് ഇങ്ങനെ വരുന്നതായിരിക്കും. കൂടെ കാണാൻ പറ്റും മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് ഞാനൊന്ന് 100 രൂപയ്ക്ക് വെച്ചു. അപ്പോൾ നമ്മൾ 100 രൂപയാണ് മന്ത്ലി 100 രൂപ നമ്മൾ SIP ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് വന്നിട്ട് 30% റിട്ടേൺസ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് 1 ടൈം വെക്കാം, മന്ത്ലി SIP വെക്കാവുന്നതാണ്. അപ്പോൾ 100 രൂപ 30% റിട്ടേൺസിൽ നമുക്ക് എത്ര ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് നോക്കാം. 1 ഇയർ ആണെങ്കിൽ ജസ്റ്റ് 1 ഇയർ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വരുന്നത് 1.2K, അതായത് 1200 രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വരുന്നത്. ഒരു 1 ഇയർ നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1200 ആണ്. നമുക്ക് ഗെയിന് പ്രോഫിറ്റ് കിട്ടുന്നത് 214 രൂപയാണ്. 1200 പ്ലസ് 214 രൂപ നമുക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നത്. അതേ SIP തന്നെ നമ്മൾ 3 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റും 3.6K ആണ് വരുന്നത്. അതായത് 3600 രൂപയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വരുന്നത്. ടോട്ടൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് 2.3K, 2300 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. നമ്മൾ 3000 സംതിങ് ചെയ്യുമ്പോൾ പ്ലസ് 2300 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും.
അതേ ഇത് നമ്മൾ 100 രൂപ നമ്മൾ 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിലോട്ട് 30% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് നമുക്ക് വരുന്നത് 6000 രൂപയാണ്, 6K ആണ് വരുന്നത്. നമുക്ക് ഗെയിൻ വരുന്നത് 7900 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ കൂടുതൽ നമുക്ക് 6000 രൂപ നമ്മൾ ചെയ്യുമ്പോൾ ഗെയിന് വരുന്നത് 7900 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ കിട്ടും. അതേ ഇത് നമ്മൾ 10 വർഷത്തോളം ഒരു മ്യൂച്വൽ ഫണ്ടിലോട്ട് 30% 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ വരുന്നത് നമുക്ക് 12000 രൂപയാണ്. 10 വർഷത്തേക്ക് 12000 രൂപയാണ് നമുക്ക് വരുന്നത്. പ്രോഫിറ്റ് വരുന്നത് 63300 രൂപയാണ്. അതായത് ടോട്ടൽ വാല്യൂ ഇവിടെ കാണാൻ പറ്റും. 10 വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 75268 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും ടോട്ടൽ. വളരെ പ്രോഫിറ്റാണിത്, വളരെ നല്ലൊരു പ്രോഫിറ്റാണ്. കാരണം നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 12 രൂപയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 75268 രൂപയാണ് ടോട്ടൽ കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടുമെന്ന്. ഇനി നമ്മൾ മുമ്പ് കാണിച്ച പോലെ പെർസെൻറ്റേജ് നിങ്ങൾ എക്സ്പെക്ട് റിട്ടേൺസ് 40% ഒക്കെ ആണെങ്കിൽ 100 രൂപ നമ്മൾ ഒരു 10 വർഷത്തോളം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും 1,55,467 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. വെറും 12000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1,55,467 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പേര്, വൈഫിൻ്റെ പേരിലൊക്കെ നമുക്കിത് മ്യൂച്വൽ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 10 വർഷം 5 വർഷമൊക്കെ ആകുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് റിട്ടേൺസ് നമുക്ക് ഒരാവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇനി വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഇൻവെസ്റ്റ് വൺ ടൈം എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് വൺ ടൈം ആകുമ്പോൾ 500 രൂപയാണ് കാണിക്കുന്നത്. അപ്പോൾ 40% 500 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ഒരു 10 വർഷത്തോളം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 14,462 രൂപ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. 5 വർഷത്താണെങ്കിൽ 14,000 രൂപ കിട്ടും. 3 വർഷമാകുമ്പോഴും അതേ വാല്യൂ തന്നെയാണ്. അപ്പോൾ 14,000 സംതിങ് രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊരു കാര്യം ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിലും. ഇനി നമുക്ക് സ്റ്റോക്ക് എങ്ങനെ വാങ്ങിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ SIP കാൽക്കുലേറ്റർ എന്താണെന്ന്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലായി കാണും. ജസ്റ്റ് നമ്മൾ ഇതിൽ SIP കാൽക്കുലേറ്റർ ഈ പെൻസിലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു സ്റ്റോക്ക് നമ്മൾ ഏഞ്ചൽ വണ്ണിൽ വാങ്ങിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. HDFC സ്മോൾ ക്യാപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക്, അതായത് 3 ഇയേഴ്സിൽ റിട്ടേൺസ് വരുന്നത് 68% ആണ്. മിനിമം SIP 100 രൂപയാണ്. അപ്പോൾ ഇൻവെസ്റ്റർ ഇവിടെ കാണാൻ പറ്റും 1.2 ലാക്ക് പ്ലസ് ഇൻവെസ്റ്ററാണ് ഈ ഒരു HDFC സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓൾറെഡി. ജസ്റ്റ് അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് ഇങ്ങനെ വരുന്നതായിരിക്കും. ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ നമുക്ക് റിട്ടേൺസ് പെർ ഇയറിൽ ഇവിടെ കാണാൻ പറ്റും 18.95% ആണ് ഓരോ ഇയറിലും നമുക്ക് റിട്ടേൺസ് വരുന്നത്. ഇതിന് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പെർ ഇയറിൽ 18.95% റിട്ടേൺസ് ആണുള്ളത്. ഇനി നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യം 3rd of every month എന്ന് ഇവിടെ കാണാൻ പറ്റും. അതായത് ഇത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ പെൻസിലിൻ്റെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡേറ്റ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്ത് തീയതിയാണ് പൈസ ക്രെഡിറ്റ് ആകേണ്ടതെന്ന് കുറിച്ചാണ്, ഡെപ്പോസിറ്റ് ആകേണ്ടതെന്ന് കുറിച്ച് മറ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ 4-ാം തീയതിക്കാണ് മന്ത്ലി 4-ാം തീയതിക്കാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റ് ആകേണ്ടതെങ്കിൽ അത് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. 12 ആണെങ്കിൽ 12 ചൂസ് ചെയ്തിട്ട് കൺഫേം എന്ന് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ കണ്ടിന്യൂസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ മാസവും 12-ാം തീയതിക്ക് നമുക്ക് ഈ 100 രൂപ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആവുന്നതായിരിക്കും. പിന്നെ ഇവിടെ താഴോട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും, വിഡ്രോ എനി ടൈം എന്ന് കാണാൻ പറ്റും, ക്യാൻസൽ എനി ടൈം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്, എപ്പോൾ വേണമെങ്കിലും ക്യാൻസലും ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നല്ലൊരു റിട്ടേൺസ് പ്രതീക്ഷിച്ചാണ് മ്യൂച്വൽ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ലോങ് ടൈമിൽ തന്നെ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ UPI ഇവിടെ കാണാൻ പറ്റും, നെറ്റ് ബാങ്കിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ളത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പേ 100 എന്ന് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ 100 രൂപ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഏഞ്ചൽ വണ്ണിൽ വാങ്ങിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ റിട്ടേൺസൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതൊരു സ്റ്റോക്കും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്റ്റോക്ക് എങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്ന്, സ്റ്റോക്ക് എങ്ങനെയാണ് വിൽക്കേണ്ടതിനെ കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും.
പിന്നെ ഡിമാൻഡ് അക്കൗണ്ട് എങ്ങനെ തുടങ്ങുന്ന 2025 ഏഞ്ചൽ വണ്ണിൽ ഡിമാൻഡ് അക്കൗണ്ട് തുടങ്ങുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പ്രത്യേകം കൂടി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ പലർക്കും സംശയമാണ്, മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചാൽ അത് എവിടെ നോക്കണം എന്നുണ്ടാകും. വളരെ സിമ്പിളാണ്. നമ്മൾ ഓർഡർ എന്ന് മ്യൂച്വൽ ഫണ്ടിൽ വരുമ്പോൾ ഇവിടെ താഴെ ഓർഡർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഇതുവരെ ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഏത് സ്റ്റോക്കാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് റിട്ടേൺസ് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ, പ്രോഫിറ്റൊക്കെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.